അനന്തമായ തട്ടിപ്പ് പട്ടിക. പാതിവില തട്ടിപ്പിൽ ഇരകളായി ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരും. മേപ്പാടി പോലീസിൽ 9 പരാതികൾ ലഭിച്ചു. മുണ്ടക്കൈ സ്വദേശി സുലൈമാന് 1,30,000 രൂപ നഷ്ടമായി. സ്കൂട്ടർ വാങ്ങാനാണ് പണം കൊടുത്തത്. ഇത്തരമൊരു ചതി പ്രതീക്ഷിച്ചില്ലെന്നാണ് സുലൈമാൻ 24 പറഞ്ഞത്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. പാതിവില തട്ടിപ്പിന് ഇരകളായിട്ടുള്ളവരിൽ ചൂരൽമല മുണ്ടക്കൈ നിവാസികളുമുണ്ട്. 9ഓളം പരാതികളാണ് ഇത്തരത്തിൽ മേപ്പാടി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഒരാളാണ് മുണ്ടക്കൈ സ്വദേശിയായ സുലൈമാൻ. സുലൈമാൻ തന്നെ തനിക്കുണ്ടായ അനുഭവം പറയും. എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്? ഈ മുണ്ടക്കൈയിൽ കഴിഞ്ഞ ജൂലൈ 30 ഉരുളുപൊട്ടിയ സമയത്ത് അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് മഴ കൂടിയപ്പോൾ അവിടുന്ന് വീട്ടിൽ ഉമ്മ ഉണ്ടായിരുന്നു, കുറച്ച് പ്രായമുള്ള ഉമ്മയും മക്കളെല്ലാം കൂടെ ഞങ്ങളെല്ലാം കൂടെ ചൂരമലയിലേക്ക് വന്നു. ചൂരമലയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് സ്കൂട്ടി ഉണ്ടായിരുന്നു. സ്കൂട്ടി ചൂരമല ഒരു കടൻ്റെ മുമ്പിൽ, ബാർബർ ഷോപ്പിൻ്റെ മുമ്പിൽ ഭദ്രമായിട്ട് വെച്ച് രാത്രിയാണ് പിന്നെ അവിടുന്ന് വരുന്നത്. പക്ഷെ ആ സ്കൂട്ടി ഈ ഫ്ലഡിൽ അടിച്ചു പോയി. പിന്നെ നമുക്ക് ജോലിക്ക് പോകാൻ മറ്റൊരു മാർഗ്ഗമില്ലാതായി. അങ്ങനെ വന്ന സമയത്താണ് പകുതി വിലക്ക് സ്കൂട്ടർ കൊടുക്കുന്ന വിവരം ലാസ്റ്റ് ദിവസമാണ് അറിയുന്നത്. ഞങ്ങൾ അറിഞ്ഞ സമയത്ത് ഒരു ദിവസമേ ബാക്കിയുള്ളൂ. ഇന്ന് ലാസ്റ്റ് ദിവസമെന്ന് പറഞ്ഞു, നാളെ ലാസ്റ്റ് ദിവസമെന്ന് പറഞ്ഞ് രാത്രിയാണ് അറിയുന്നത്. അങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ മറ്റൊരു മാർഗ്ഗമല്ല. അങ്ങനെ ചെറിയ മോളെ കെട്ടിച്ചിട്ടുള്ളത് അമ്പലവയലിലേക്കാണ്. അവളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാനൊരു വാഹനം വേണം എന്തായാലും. അങ്ങനെ മോള് പറഞ്ഞു ശരി, ഞാൻ കുറച്ച് സ്വർണം തരാം. സ്വർണം കൊണ്ടുപോയി പണയം വെച്ചു. അങ്ങനെ മോള് പറഞ്ഞു അവൾക്കൊരു വണ്ടി കിട്ടിയാൽ തിരക്കിടില്ല, മോളെ കുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ കുറച്ച് ഗുണം ചെയ്യും. അങ്ങനെ 1,30,000 രൂപ 2 വണ്ടിക്ക് പിന്നെ പുത്തൂർവായിലുള്ള അക്ഷയ മുഖേനയാണ് നമ്മൾ പൈസ അടച്ചത്. പക്ഷെ ഇത് ഇത്ര വലിയ തട്ടിപ്പാടെന്ന് നമ്മൾ ഒരിക്കലും അറിയില്ല. നമ്മളെല്ലാം കൊണ്ട് പെട്ട് കിടക്കുന്ന സമയത്താണ് ഇതിലും കൂടെ പെട്ടത്. എത്ര പേര് നിങ്ങളുടെ കുറേ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ, ചൂരൽമലക്കാരും മുണ്ടക്കൈക്കാരും ഇങ്ങനെ പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ കുറേ പേര്? അപ്പോൾ ഞങ്ങളുടെ അറിവിൽ 9 പേരുണ്ട്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പിന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ഞങ്ങളെന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട്. മോൻ്റെ പേരിലായിരുന്നു. മോന് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ മേപ്പാടി പരാതി കൊടുത്തിട്ടുണ്ട്. വീട് 7 മാസമായിട്ട് 7ാമത്തെ മാസമാണിത്. എവിടെ എത്തിയില്ല. അതിനിടയ്ക്ക് ഭാര്യയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അത് കാരണം ഇപ്പോൾ കിടക്കാൻ മറ്റും മാർഗ്ഗമില്ലായിട്ട് ഇപ്പോൾ ഞങ്ങളിതിലേക്ക് വന്നിട്ട് കഴിഞ്ഞ 17-ാം തീയതി അങ്ങോട്ട് വന്നത്. ഒരു വീടില്ലാത്ത അവസ്ഥ അത് അനുഭവിച്ച ആളുകൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. നമുക്ക് ശരിക്കും പറയാൻ കിട്ടുന്നില്ല. നിങ്ങളെ ചതിക്കുക എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ കുറച്ചും കൂടി, ഇതൊരു മനുഷ്യത്തുള്ള ആളുകളല്ലല്ലോ. ഇത്തരക്കാർ തലേ ദിവസം രാത്രി കിടന്ന് ആലോചിക്കുക നാളെ എന്ത് ചെയ്യണം എന്നുള്ളത്. 26 വയസ്സായ ഒരു പയ്യനല്ലേ, നിസ്സാരക്കാരനല്ല. എന്തായാലും നിസ്സാരക്കാരനായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല. കാരണം അത്രയും ബുദ്ധിമാനാണ്. അത് അയാൾ ഒറ്റക്കായിരിക്കില്ല, അയാളെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും ഉണ്ട്. അതല്ലേ സംഭവം മനസ്സിലാവുന്നത്. പുതിയൊരു വാഹനം ചെറിയ വിലയ്ക്ക്, പകുതി വിലയ്ക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിനകത്ത് ചെന്ന് പെട്ടത്. എന്തായാലും ആ ഒരു വല്ലാത്ത തട്ടിപ്പിൻ്റെ ഒരവസ്ഥയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ചൂരൽമല മുണ്ടക്കൈ നിവാസികളും. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. എത്ര കഷ്ടമാണെന്ന് നോക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ പോലും ഈ തട്ടിപ്പിന് വിധേയമാക്കിയെന്ന് പറയുമ്പോൾ ഈ കാരുണ്യരഹിതമായ ഒരു കൊള്ളക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നമുക്ക് മനസ്സിലാകുന്നു.